പോലും പാടാറില്ല. എന്തിന്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ ബുർദയിലെ ഒരു 5 വരി കാണാതെ അറിയുന്ന എത്ര പേരുണ്ട്? എന്റെ പ്രിയപ്പെട്ടവരെ, അതൊന്നും നമുക്കറിയില്ല, അതൊന്നും പഠിക്കാനും നമുക്ക് സമയമില്ല. പക്ഷേ തലശ്ശേരിയിലെ പെണ്ണിനെ കാണാൻ വിളിച്ചാൽ, മാഹിയിലെ പെണ്ണിനെ കാണാൻ വിളിച്ചാൽ അത് പാടാനും അതിനെതിര് പാടാനും എന്റെ പ്രിയപ്പെട്ടവരിന്ന് തയ്യാറാണ്. അതിനെതിര് പാടാന് മാഹിയിലെ പെണ്ണിനെ കാണാൻ വിളിക്കുമ്പോ അവള് പണ്ടൊക്കെ, എന്റെ പ്രിയമുള്ളവരെ, ഓർമ്മ വരുന്നത് വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ ഒരുത്തൻ നിന്നിട്ട് കൈ കാണിച്ചിട്ട് വിളിക്കും ഭക്ഷണം കഴിക്കാൻ. അതുപോലെ ഇന്ന് മുസ്ലിം പെണ്ണ് വിളിക്കുകയാ, വേണമെങ്കിൽ വാടാ മോനെ, എന്നെ തൊടണമെങ്കിൽ വാടാ എന്ന് മുസ്ലിം പെണ്ണ് വിളിക്കുന്ന കാലം, മുസ്ലിം പെണ്ണുങ്ങൾ ഇന്ന് വിളിച്ചു കയറ്റുന്ന കാലം എന്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മ വരികയാ. എല്ലാവരും അതിന് മറുപടി പാടാനാ വലിയ ഇഷ്ടം. ഇന്ന് തിരുവനന്തപുരവും കോഴിക്കോടും മലപ്പുറവും കുറ്റിപ്പുറവും തൃശ്ശൂരുകാരും കാസർഗോഡുകാരെല്ലാം അതിന് മറുപടി പാടിക്കഴിഞ്ഞു. പക്ഷേ പാടിയ പെണ്ണിന്റെ അവസ്ഥ എന്തെന്നറിയുമോ? പാടിയ പെണ്ണിന്റെ അവസ്ഥ എന്തെന്നറിയുമോ? ഞാനും നൗഷാദ് ബാക്കവിയും ഷാഫിന്റെ കൂടെയുണ്ട്. കണ്ണൂര് എട്ടിക്കുളവെന്ന് പറയുന്ന സ്ഥലത്ത് വാത് പറഞ്ഞപ്പോ നൗഷാദ് ബാക്കവിയ പെണ്ണിനെതിരെ പ്രസംഗിച്ചു. ഏതോ ഒരു പെണ്ണ് വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നിന്റെ കാര്യത്തിൽ തീരുമാനമായി, ബാക്കവി നിനക്കെതിരെ പ്രസംഗിക്കുന്നു എന്ന് പറയുമ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ കിടന്നുറങ്ങുമ്പോ ഷാഫിയുടെ ഫോണിൽ ഒരു ഫോൺ വരികയാ. ഈ ഇരിക്കുന്ന ഷാഫിയുടെ ഫോണിൽ ഒരു കോള് വന്നു. ഷാഫിയുടെ സംസാരം ഓവറായപ്പോൾ ഉറക്കത്തിൽ നിന്ന് ഞാൻ എഴുന്നേറ്റു. അവനോട് ചൂടായി, എന്തിനാടാ നീ കിടന്നിങ്ങനെ പ്രസംഗിക്കുന്നത്? ഉസ്താദേ, ഒരു പെണ്ണാണ് ചോദിച്ചപ്പോൾ തലശ്ശേരിയിലെ പെണ്ണ് പാടിയ പെണ്ണിൽ ഏറ്റവും മൂത്തവളുണ്ടല്ലോ, ആ വലിയ കുട്ടിയാണ് ഫോണിൽ വിളിച്ചത്. അവള് പറയുന്നു, ഇസ്ലാമില് പാട്ട് പാടരുതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ മദീനയിലേക്ക് പോയപ്പോ അവിടുന്ന് പാട്ട് പാടിയല്ലേ സ്വീകരിച്ചത്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ പാട്ട് പാടിയവർക്ക് തന്റെ ശാളൂരി പ്രവാചകം കൊടുത്തല്ലോ. ഞങ്ങൾ പാടുന്നതിനെതിരെ നിങ്ങൾ എന്തിനാ പ്രസംഗിക്കുന്നത്? ആ പ്രിയപ്പെട്ട പെണ്ണ് പറയാ, മസല നമ്മളെ പഠിപ്പിക്കുകയാ. അവസാനം ആ പെണ്ണ് പറയുന്നു, എനിക്കൽപ്പം ധൈര്യമുണ്ട്, എന്റെ കൂടെ പാടിയ 2 പേരും കൊച്ചുകുട്ടികളാ, അവരെങ്ങാണം ആത്മഹത്യ ചെയ്താ നിങ്ങളെ കോടതി കയറ്റുമെന്ന പ്രിയപ്പെട്ട പെങ്ങള് പറഞ്ഞപ്പോ അതുവരെ ശാന്തമായി സംസാരിച്ചുകൊണ്ടിരുന്ന എനിക്കങ്ങോട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. അത്രയും നേരം വളരെ സ്നേഹത്തോടെ സംസാരിച്ചു. ഇത് കേട്ടപ്പോ സഹിച്ചില്ല. അവസാനം ഞാൻ പറഞ്ഞു, മോളെ ഇന്ന് വാഴ്ന്നു പറയേണ്ട അവിടെ, നിന്റെ കാര്യത്തിൽ തീരുമാനമായി, ഞാൻ വാഴ്ന്നു പറയുന്നു. അവസാനം ബാക്കവി ഉറക്കത്തിൽ നിന്ന് എന്റെ സംസാരം കേട്ടിട്ട് ചാടി എഴുന്നേറ്റ് ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തിയ ദേഷ്യവും ഈ പെണ്ണ് കേസ് കൊടുക്കുന്ന കാര്യം കൂടെ ആയപ്പോഴത്തേക്ക് ബാക്കവി 4 അങ്ങ് നല്ല രീതിയിൽ പറഞ്ഞു, മോളെ എന്റെ അവസാന ശ്വാസം വരെ നിനക്കെതിരെ പ്രസംഗിക്കും, നീ കോടതിയിലോ എവിടെ വേണമെങ്കിലും കയറിക്കോ, ഞാൻ മരിക്കോളം നിനക്കെതിരെ പ്രസംഗിക്കുമെന്ന്. അവസാനം ആ പെണ്ണ് കരഞ്ഞു മാപ്പ് പറഞ്ഞ്, വാപ്പയും ഉമ്മയൊക്കെ വിളിച്ച് മാപ്പ് പറഞ്ഞ് വീട്ടിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് ഇനി ജീവിതത്തിൽ ഒരിക്കലും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് തൗബ ചെയ്ത് മടങ്ങിയിരിക്കുക. അള്ളാഹു ആ പെങ്ങൾക്ക് ഈമാൻ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അതിന് മറുപടി പാടി നമ്മൾ നടക്കാം. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഇന്ന് ആ പാട്ട് ഇങ്ങനെ സ്നേഹതീരത്തിലെ പെണ്ണിനെ കണ്ടിരിക്കുക, കണ്ണെങ്കി വരാന്. ഇപ്പൊ ഈ അടുത്ത് നോക്കിയപ്പോ പെങ്ങന്മാര് തറേ, ഇത് സാധാരണ ആണുങ്ങളാ മറുപടി പാടണേ. ഇപ്പൊ പെണ്ണുങ്ങൾ പറയാ, മലപ്പുറത്തെ ചെറുക്കന്മാരെ കണ്ടിട്ടുണ്ടോ, കാണെങ്കി വരാന്, നല്ല ചെറുക്ക, ഇവളെന്നും പോയി കാണുന്നതല്ലേ, ഇവളെന്നും പോയി കാണുന്നത് പോലെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ പാടിക്കൊണ്ട് നടക്കുമ്പോൾ, നമ്മുടെ മക്കളിങ്ങനെ അതപ്പതിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അതാ അല്ലാതെ അതാരന്റെ കുട്ടികളുടെ ചരിത്രം പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ചെറിയ കുട്ടികളുടെ ചരിത്രം പഠിപ്പിക്കുകയാണ്. 9 വയസ്സും 13 വയസ്സിന്റെ ഇടയിലെ പ്രായമുള്ള 2 കുട്ടികളെ അതാ ബദറിന്റെ രണാങ്കണത്തില് പിടിച്ച വാളുമായിട്ട് 2 ചെറിയ കുട്ടികളെന്ന് നമ്മൾ പറയാറ്. ആ കുട്ടികളെ അടുത്തിരിക്കുന്ന സഹാബിയോട് ആരാണ് അബൂബക്കറിനെ ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുമ്പോൾ ആ സഹാബി ചോദിച്ച മക്കളെ, യുദ്ധം നടക്കുന്നതോടെ എന്തിനാ നിങ്ങൾ അബൂബക്കറിനെ ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അബൂബക്കറിനെ കൊല്ലാമെന്നതാണ് സഹാബി ചോദിച്ചു. എന്തിനാ നിങ്ങൾ കൊല്ലുന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പറയുന്നത്, എന്റെ പ്രവാചകനെ തീർച്ചയായിട്ടുള്ളതാ, എന്റെ പ്രവാചകനെ എഴുതി ലഭിച്ചവരാ, എന്റെ പ്രവാചകനെ കളിയാക്കിയവരാ,
കൊണ്ട് ഊരിപ്പിടിച്ച വാളെന്തോ ഊരിയെടുക്കുന്നു. സഹാബിക്കളത് കണ്ടോടുകളാ